ഹായ്, നമുക്കിന്നൊരു ഈസി ചക്കക്കുരു മെഴുക്കുവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്ത് ഉപ്പ് ഇട്ട് വേവിച്ച് ഇതേ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വേവിച്ച ചക്കക്കുരുവാണ്, കണ്ടില്ലേ? ഇതാ വേവിച്ച ചക്കക്കുരുവാണ്. വേവിക്കുന്ന ഞാൻ കാണിക്കാൻ നിന്നില്ല, ഓൾറെഡി വേറൊരു വീഡിയോയിൽ വേവിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. അത് കാരണം വേവിക്കുന്ന പ്രത്യേകം കാണിക്കാനായിട്ട് എടുത്തില്ല വീഡിയോ. അപ്പോൾ ഇതാ വേവിച്ച് വെച്ചേക്കണം. ഇനി മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഇതേ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിട്ട് പൊട്ടിക്കാവേ. ഇനി കടുകൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം മതി കേട്ടോ ഇതിന്. ചക്കക്കുരു വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വേവിക്കാം. ഞാൻ മഞ്ഞൾപ്പൊടിയും കുറച്ച് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണേ. നമുക്കാണെങ്കിൽ കുരുമുളക് വേണമെങ്കിൽ കുരുമുളക് ചേർക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ കുരുമുളക് ഇല്ലാത്ത കാരണം കുരുമുളക് ഞാൻ എടുത്തില്ല, ഇത് ചേർക്കുവാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ചക്കക്കുരു ഇടാൻ പോവാണേ. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. മെഴുക്കുവരട്ടി ഇച്ചിരി എണ്ണയിലിരുന്ന് ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കുമാണ് കഴിക്കാൻ നല്ലത്. അപ്പോൾ ഇതൊന്ന് ഇവിടെ ഇരുന്നൊന്നും ഇതാകട്ടെ, ഫ്രൈ ആയിട്ട് വരുന്നവരെ. സിമ്മിലാണ് കേട്ടോ തീ, അതാകുമ്പോൾ കരിഞ്ഞു പോകത്തില്ല. നമുക്ക് വേറിട്ട് ഇട്ട് കൊടുക്കാം. ഇതിവിടെ കിടന്നൊന്ന് റെഡി ആവട്ടെ. കണ്ടോ, ഇപ്പോൾ അത് ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്, കാണാമോ? അല്ലാതെ ചക്കക്കുരു വേവിക്കാതെ ഡയറക്റ്റ് ഇട്ട് ഫ്രൈ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഡയറക്റ്റ് എണ്ണയ്ക്കകത്തിട്ട് ചക്കക്കുരു ഇട്ട് ഇതുപോലെ ഉപ്പും മുളക് പൊടിയും കുരുമുളകും ഒക്കെ ഇട്ടിട്ട്. പക്ഷെ നമുക്ക് ഒത്തിരി ടൈം എടുക്കും അത്, പിന്നെ കുറേ എണ്ണ വേണം അത്രയും ചക്കക്കുരു മൂപ്പിച്ചെടുക്കാൻ. പിന്നെ പിള്ളേർക്ക് കഴിക്കാനും പാടായിരിക്കും. ഇവിടെ ഋഷിക്കൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ വെള്ളത്തിലൊഴിച്ച് വേവിച്ചാലേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ വെള്ളത്തിലൊഴിച്ച് വേവിച്ചിട്ടാണ് ഉണ്ടാക്കണേ. ആദ്യം ഒരു സ്റ്റെപ്പ് വേവിച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ ഇതുപോലെ ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ ചക്കക്കുരുവൊക്കെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, ഒച്ച കേൾക്കുന്നുണ്ടോ? ഇനി പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഒത്തിരി ഇനിയും വെച്ചിരുന്നാൽ ഇത് ചിലപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും മതി, ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ചക്കക്കുരു മെഴുക്കുവരട്ടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.